നമസ്തേ. 37 ദിവസം നീണ്ട LPST ഉദ്യോഗാർത്ഥികളുടെ സെക്രട്ടേറിയറ്റ് സമരത്തിന് ഒടുവിൽ താൽക്കാലിക പരിഹാരമുണ്ടായിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്ന് സമരം പിൻവലിക്കാൻ ഉദ്യോഗാർത്ഥികൾ തീരുമാനിക്കുകയായിരുന്നു. PSC ഉദ്യോഗാർത്ഥികൾ നടത്തിയ നിരാഹാര സമരത്തിന് അവസാനിപ്പിച്ചപ്പോൾ ആദ്യം സമരപന്തൽ ഓടിയെത്തിയത് ജനപ്രതിനിധി, അത് BJPയുടെ നിയമസഭാ കക്ഷി നേതാവാണ്. ഉദ്യോഗാർത്ഥിക്ക് ജ്യൂസ് നൽകിയത് ചാത്തന്നൂരിന്റെ സ്വന്തം അധ്യാപകൻ കൂടിയിട്ടുള്ള BB ഗോപകുമാർ MLA ആണ്. ഇതോടെ 13 ദിവസമായി നിരാഹാര സമരം നടത്തിയ വളർമതി ടീച്ചറുടെ നിരാഹാരവും അവസാനിച്ചു. മന്ത്രിയും നാരങ്ങാനീര് നൽകിയിരുന്നു. എന്നാൽ സർക്കാർ ആവശ്യപ്പെട്ട 45 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടാകുമോ എന്നതാണ് ഇനി നിർണായകം. നിരാഹാര സമരം അവസാനിപ്പിച്ച് എന്നാൽ സമര പ്രതിഷേധങ്ങൾ സമാധാനമായി തുടരുമെന്ന് അവർ അറിയിച്ചിരിക്കുകയാണ്. എന്നാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ തത്വമയി ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അദ്ദേഹം വെള്ളം തന്നു. നിരാഹാരം ഞാൻ അവസാനിപ്പിക്കുന്നു. പക്ഷേ നമ്മൾ ഈ ആവശ്യം അവർക്ക് നടപ്പിലാക്കാൻ ഈ പറയുന്ന റേഷ്യോ കുറയ്ക്കുന്നതും HTUവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്നുകൂടെ പരിശോധിക്കാൻ, നമ്മൾ ആപ്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, അത് പരിശോധിക്കാൻ ഒരു 45 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നു മുതൽ 45 ദിവസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 24 എന്ന് പറയുന്ന ദിവസമായി തീരും. അതിനുള്ളിൽ തന്നെ ഈ 45 ദിവസം എത്തിക്കാതെ അതിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ നിലവിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്, വിരൽ തുമ്പത്തുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങളിവിടെ തുടരുമെന്ന് തന്നെയാണ് ഗവൺമെൻറ്റിനോട് അറിയിച്ചിരിക്കുന്നത്. സമരം, പ്രതിഷേധമോ പ്രകടനമോ ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾ ഇവിടെ ദിവസം എണ്ണി തുടരും. ഇതിനകത്ത് അനുകൂലമായ നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിരാഹാരം ഇന്ന് അവസാനിപ്പിക്കുന്നു. അതായത് സമരമായി നടത്തില്ല, പകരം നിങ്ങളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടാവും. സമരം, പ്രതിഷേധമോ പ്രകടനങ്ങളോ ആയി തുടരില്ല. സമാധാനപരമായി ഞങ്ങൾ ഇവിടെ തുടരും. സെപ്റ്റംബർ 24 തീരുമാനമായില്ലെങ്കിൽ 25 മുതൽ ഉള്ളൂ പിന്നെ സമരത്തെക്കുറിച്ചുള്ള ആലോചന. തീർച്ചയായിട്ടും, കാരണം നമ്മളെ പരിഗണിക്കുമെന്നുള്ളൊരു ബോധ്യത്തിലാണ് നമ്മളിതെല്ലാം ഡയല്യൂട്ട് ചെയ്യുന്നതും ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ പരിഗണന പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത പക്ഷം നമ്മളത് ആലോചിക്കുന്നു. ഇനി എങ്ങനെയാണ് തുടരേണ്ടത് എന്നുള്ള കാര്യം പിന്നീട് ആലോചിക്കും. നിലവിൽ സമരം അവസാനിച്ചു. നിലവിൽ സമരം എന്നുള്ള രീതിയിൽ സമരം അവസാനിപ്പിക്കില്ല. സമരത്തിൽ പ്രതിഷേധമോ പ്രകടനങ്ങളോ ഉണ്ടാവില്ല. ഇവിടെ മുദ്രാവാക്യം വിളികളോ അല്ലെങ്കിൽ വേറെ പ്രകടനങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ല. നമ്മളിവിടെ തുടരും. സമരമായി തന്നെ, സമരം എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ തുടരും. നേരത്തെ നമ്മൾ രാവും പകലും ഇവിടെ തന്നെയാണ്. നിരാഹാര സമരമാണ്. ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് സാമൂഹിക പ്രവർത്തകർ ഇതിനെ ഉണ്ടായി. ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ, യുവജന സംഘടനകൾ, വ്യക്തികൾ, സെലിബ്രിറ്റീസ് എല്ലാവരുടെയും പൊതുവിഷയമായി ഇതൊരു സാമൂഹിക പ്രശ്നമായി തന്നെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയത്. അതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടെ നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ ഉണ്ടാവും, ഇവിടെ പ്രസൻസ് ഉണ്ടാവും. നിങ്ങളുടെ ആവശ്യങ്ങൾ ഏതെങ്കിലും ഉപാധികൾ സർക്കാർ വെച്ചിരുന്നോ? ഇല്ല, ഉപാധികളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ വച്ചിട്ടില്ല. ഈ പറയുന്ന 1:1 എന്ന് പറയുന്ന എയ്ഡഡിൽ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കാര്യമാണെന്നാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ സർക്കാർ സ്കൂളിൽ നിന്നും ഇപ്പോൾ കഴിഞ്ഞ മാസം 32 അധ്യാപകർ പുറത്തുപോയി. അതിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് 23 പേരാണ് ആകെ സർവീസിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. 9 പേര് ശമ്പളമില്ലാതെ നിലവിൽ പുറത്താണ്. അതേപോലെ ഇന്നലെ ഒരു HSA ഒരു അധ്യാപകൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഇതേ പ്രശ്നത്തെ തുടർന്ന് പുറത്താണ്. അങ്ങനൊരു സംവിധാനം തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം, ഗവൺമെൻറ് സെക്ടറിൽ ഉണ്ടാവണം. ഒരു അധ്യാപകനും ഈ പറയുന്ന സർവീസിൽ കയറി ചെയ്തതിനു ശേഷം പുറത്തു പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. അവർക്ക് തീർച്ചയായും ഒരു പ്രൊട്ടക്ഷൻ വേണം.
പ്രസൻസ് പക്ഷേ ഇവിടെ ഉണ്ടാകും. 45 ദിവസമാണ് സംസ്ഥാന സർക്കാർ ആ 24 വരെ ഇവിടെ ഒരു തരത്തിലുള്ള റാങ്ക് ഹോൾഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടന്നു വന്നൊരു സമരം അത് അവസാനിപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല. മറിച്ച് ഇവിടെ വളർമതി ടീച്ചർ 2 കുട്ടികളുടെ അമ്മ കൂടി കഴിഞ്ഞ കുറച്ച് 13-14 ദിവസമായി ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ നിരാഹാര സമരത്തിലായിരുന്നു. പക്ഷേ നിരാഹാര സമരങ്ങളെയെല്ലാം പുച്ഛിച്ചു തള്ളുന്ന കേരളത്തിലെ ഗവൺമെൻറ് ഈ സമരങ്ങളെയും അതുപോലെ പുച്ഛിച്ചു തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ യുവമോർച്ച ഈ സമരത്തിന് ശക്തമായ പിന്തുണ അർപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിലെ PSCയും കേരളത്തിലെ ഭരണകൂടവും കേരളത്തിലെ യുവാക്കളോട് കാണിക്കുന്ന വഞ്ചനാപരമായ സമീപനങ്ങൾക്കെതിരായിട്ട് യുവമോർച്ചയുടെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇതിനെ തുടർന്നുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് സർക്കാരിന് ചർച്ചയ്ക്ക് വിളിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയെ ഞങ്ങൾ കോഴിക്കോട് വെച്ചിട്ട് കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യം രാത്രി ഉണ്ടായി. അതിലേക്കൊക്കെ ഈ സമരം മാറ്റുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ഇന്ന് ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട്. ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവരോട് പറഞ്ഞത് 45 ദിവസം സമയമാണ്. നിങ്ങൾ പറയുന്നതെല്ലാം 45 ദിവസം കൊണ്ട് ഞങ്ങൾ അംഗീകരിച്ചു തരുന്നതാണ്. നിങ്ങൾ ദയവ് ചെയ്ത് സമരം അവസാനിപ്പിച്ച് തിരിച്ചു പോകണം എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് തവണ പറ്റിക്കപ്പെട്ടവർ, കഴിഞ്ഞ ഗവൺമെൻറ് ഇതേ കാലഘട്ടത്തിൽ സമരം ചെയ്യാൻ വന്നവരെ നിങ്ങൾക്കെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞ് റഹീമിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ വന്ന് വിളിച്ചു കൊണ്ടുപോയി സമരം അവസാനിപ്പിച്ചു. പക്ഷേ അവർ പറ്റിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നും അവർ മന്ത്രിയോട് പറഞ്ഞു, ഞങ്ങൾ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ പക്ഷേ ഇവിടം വിട്ടു പോകാൻ സാധ്യതയില്ല. 45 ദിവസവും ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നടയിലുണ്ടാകും. ഞങ്ങൾക്ക് ആവശ്യമായ പരിഗണന നൽകി ഞങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഞങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. 45 ദിവസം അവർ തെരുവിൽ കിടക്കുമ്പോൾ അവരോടൊപ്പം ഇതുവരെയും യുവമോർച്ചയുണ്ടാകുമായിരുന്നു, ഇനിയും അവരോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ യുവമോർച്ചയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓണനാളുകളിൽ അവർ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കില്ല, യുവമോർച്ചയും ഇവരോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം ഇപ്പോൾ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ യുവജന വിദ്യാർത്ഥി സമരങ്ങൾ എല്ലാ കാലത്തും വിജയത്തിലേക്ക് എത്തിയ ചരിത്രം മാത്രമാണുള്ളത്. പക്ഷേ ഇവിടെ നോക്കൂ, കേരളത്തിൻ്റെ 2 മുന്നണികളും തരാതരം പോലെ അവഗണിച്ച യുവാക്കളുടെ ഒരു സമരത്തെ വളരെ ഐതിഹാസികമായി കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ കൊണ്ടുപോകാനും ആ സമരം ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്ന രീതിയിലെങ്കിലും ആ ചർച്ചയിലേക്ക് അവരെ വിളിക്കാനുള്ള നിലവാരത്തിലെങ്കിലും ഇന്ന് സർക്കാരിന് വരേണ്ടി വന്നത് കേരളത്തിൽ യുവമോർച്ച കഴിഞ്ഞ 10-12 ദിവസങ്ങളായി നടത്തുന്ന വലിയ സമരങ്ങളുടെ കൂടി ഒരു വലിയ പ്രഷർ അവരുടെ മുകളിലേക്ക് വീണതുകൊണ്ടാണ്. കേരളത്തിനകത്ത് ഈ സമര വിജയം നൽകുന്നത് ഇത് വിജയം എന്ന് പറയാൻ, പൂർണ്ണാർത്ഥത്തിൽ വിജയം എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഈ സമരത്തിൻ്റെ ഈ സ്റ്റേജിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് കേരളത്തിനകത്ത് യുവാക്കളെ വഞ്ചിക്കുന്ന DYFIയും യൂത്ത് കോൺഗ്രസും മാത്രമല്ല, യുവജന പക്ഷത്ത് നിൽക്കുന്ന യുവമോർച്ച പോലുള്ള സംഘടനകൾ ഇവിടെ ഉണ്ട് എന്ന് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് അടയാളപ്പെടുത്തി കൊടുക്കാൻ ഈ സമരത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ഈ സമരത്തിൻ്റെ മെറിറ്റായി കാണുന്നത്. അതിനോടൊപ്പം കേരളത്തിലെ PSC ആ വിഷയത്തിൽ കേവലമായൊരു ചർച്ചയിലൂടെ ഈ വിഷയം പരിഹരിക്കപ്പെടുന്നില്ല. ഈ PSCക്കകത്ത് നടന്നിട്ടുള്ള കഴിഞ്ഞ 10 വർഷക്കാലത്തെ മുഴുവൻ അഴിമതികളെക്കുറിച്ചും സമഗ്രമായിട്ടുള്ള കേന്ദ്ര അന്വേഷണം ഉണ്ടാവണം, നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാവണം. ആ അന്വേഷണം എന്നുള്ള നിലയിലേക്ക് എത്തുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യുവമോർച്ചയുടെ നിലപാട്. ഞങ്ങളുടെ സമരം ഇന്ന് 37ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിരാഹാരം 13ാം ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ചയ്ക്കുള്ള ഒരു ക്ഷണം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ വളർമതി ടീച്ചർ, അശ്വതി ടീച്ചർ, വരുൺ മാഷ് എന്നിവരാണ് വിദ്യാഭ്യാസ മന്ത്രിയെ പോയി കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ചർച്ചയിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് കിട്ടിയിട്ടുള്ളത്. 45 ദിവസത്തെ സാവകാശം കൂടി അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുവരെയും നമ്മൾ ഇവിടെ തുടരും. പക്ഷേ നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി പ്രക്ഷോഭങ്ങളോ പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സമാധാനപരമായ രീതിയിൽ ഈ സമരപന്തലിൽ തന്നെ തുടരുന്നതായിരിക്കും. 45 ദിവസത്തിന് ശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചതിന് ശേഷം ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് പരിഗണിക്കാം എന്നുള്ള ഒരു ഉറപ്പ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഉറപ്പായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. അതായിരുന്നു ഇത്രയും കാലമായിട്ട് കിട്ടാതിരുന്നത്. അതുകൊണ്ട് മാത്രമായിരുന്നു നിരാഹാരം പോലെയുള്ള കടുത്ത സമരമുറകളിലേക്ക് നമുക്ക് പോകേണ്ടി വന്നത്.
അങ്ങനെ 37 ദിവസം നീണ്ട പ്രതിഷേധത്തിന് താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. എന്നാൽ സമരാവശ്യങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ പഠിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ട 45 ദിവസത്തെ സമയപരിധി സെപ്റ്റംബർ 24 പൂർത്തിയാകും. അതുവരെ സമരപ്പന്തലിൽ സമാധാനപരമായി തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. സെപ്റ്റംബർ 24 ശേഷവും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ സമരം വീണ്ടും ശക്തമാക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങളിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നത് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.